എൻ്റെ പുറകിൽ കാണുന്ന ഈ ക്ഷേത്രം ഹംപിയിലെ പ്രധാന പുണ്യസ്ഥലമായ ക്ഷേത്രമായിട്ടാണ് കണക്കാക്കുന്നത്. ഹംപിയിൽ ഇത്രയും വലിപ്പമുള്ള, ഇത്രയും പ്രാധാന്യമുള്ള, ആരാധനയുള്ള ഒരേ ഒരു ക്ഷേത്രമാണ് എൻ്റെ പുറകിൽ കാണുന്ന വിരൂപാക്ഷ ക്ഷേത്രം. അപ്പോൾ ഹംപിയിലെ ഈ ക്ഷേത്രത്തിൻ്റെയും മറ്റ് പ്രധാന സ്ഥലങ്ങളുടെയും വിശേഷങ്ങളാണ് ഞാൻ ഈ സീരീസിൽ പങ്കുവെക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ വിത്ത് അഞ്ജലി റോക്സ് ആണ്. കർണാടകയിലെ ഹംപി യാത്ര എങ്ങനെ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ പ്ലാൻ ചെയ്യണമെന്നുള്ളതും ഇവിടെ കാണേണ്ട പ്രധാന സ്ഥലങ്ങളും ഈ റൂട്ടിലുള്ള സ്ഥലങ്ങൾ, താമസം, ഭക്ഷണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. എപ്പിസോഡ് 1 ആണ്. എപ്പിസോഡ് 1 എല്ലാവർക്കും സ്വാഗതം. എല്ലാ എപ്പിസോഡുകളും കാണാം. ഒപ്പം ഹംപിയിലെ പ്രശസ്തമായ പുണ്യക്ഷേത്രമായ വിരൂപാക്ഷ ക്ഷേത്രവും അതിന്റെ കുന്നിൻ മുകളിലുള്ള അത്ഭുത കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. എന്റെ ലാസ്റ്റ് വീഡിയോ കർണാടകയിലെ ഈ മനോഹരമായ റൂട്ടിലുള്ള ബദാമിയിലെ കാഴ്ചകളായിരുന്നു. കേവ്, ടെമ്പിൾസും ആത്മാക്കളുടെ ക്ഷേത്രമൊക്കെ ഈ റൂട്ട് വന്ന് ഞാൻ കണ്ടു. കാണാത്തവർ അതിന്റെ വീഡിയോസ് കാണാം. അതിന്റെ എല്ലാ ലിങ്ക്സും ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ്. അതിന്റെ കംപ്ലീറ്റ് പ്ലാനും അതിലുണ്ട്. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് റോഡ് മാർഗം ബദാമിയിലോട്ട് യാത്ര തിരിച്ച് ബാംഗ്ലൂരിലോട്ട് പോകുന്ന അതേ വഴിയാണ് ഹംപിയിലെ കാഴ്ചകൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിന്റെ എല്ലാ തരം പ്ലാനുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഡേ 1 ഇതാണ് ഹംപിയിലെ പ്രധാന പോയിന്റായ വിരൂപാക്ഷ ക്ഷേത്രത്തിലോട്ടും ഹെമകുണ്ട ഹിൽസിലോട്ടുള്ള കവാടം. അപ്പൊ ഹംപി അനുഭവിച്ചറിയേണ്ട അത്ഭുതം തന്നെയാണ്. അപ്പൊ ഈ വഴിയിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പൊളിഞ്ഞു കിടക്കുന്ന സ്മാരകങ്ങളും കുഞ്ഞു കുഞ്ഞു ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഇനി കവാട ഗോപുരത്തിന് പുറകോട്ട് പോയാലും വരുന്ന പ്രധാന പോയിന്റുകളൊക്കെ ആ ഭാഗത്ത് തന്നെയാണ്. കൊട്ടാരമൊക്കെയുള്ള 3-4 സ്ഥലങ്ങളുണ്ട്. എല്ലാം 1.5 കിലോമീറ്റർ വ്യത്യാസത്തിലാണ്. അങ്ങനെ ഞാൻ ഇതാണ് വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരം. ഈ പോകുന്ന വഴി തന്നെയാട്ടോ പാർക്കിംഗ് ഉള്ളത്. ഈ പാർക്കിങ്ങിൽ നിന്ന് ഈ പ്രധാന ഗോപുരത്തിന്റെ അവിടേക്ക് ഒരു 300 മീറ്റർ നടക്കാനുണ്ട്. അത് നടന്നിട്ട് തന്നെ വരണം. അങ്ങനെ വണ്ടികൾ അതിന് വരുന്ന വഴി തന്നെ പാർക്ക് ചെയ്യണം. അവിടെ നിന്ന് നടന്നിട്ട് എങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ആദ്യമായിട്ട് ഹംപിയിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഈ ഒരു വിരൂപാക്ഷ ക്ഷേത്രം, ഇതിന്റെ മുകളിലുള്ള ഹെമകുണ്ട ഹിൽസും പിന്നെ നമ്മൾ പ്രധാന കവാടമൊക്കെ കണ്ടില്ലേ, ഏറ്റവും സ്റ്റാർട്ടിങ് ആ ഒരു ഭാഗത്താണ് മറ്റു പോയിന്റുകളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം കാണാനാണ് വരേണ്ടത്. ഗൂഗിളിൽ വിരൂപാക്ഷ ടെമ്പിൾ ഹംപി എന്നാണ് ലൊക്കേഷൻ കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ മിക്കപ്പോഴും ഓരോ ഉത്സവങ്ങളും പരിപാടികളായിരിക്കും. അതുകൊണ്ട് കോമൺ വിശേഷ ദിവസങ്ങൾ പോലെ നവരാത്രി, ശിവരാത്രി അതൊക്കെ ഒഴിവാക്കുക. പിന്നെ ഗൂഗിളിൽ ജസ്റ്റ് ഒരു റിവ്യൂ നോക്കി ക്രൗഡ് ഉണ്ടോ എന്നൊക്കെ ലേറ്റസ്റ്റ് റിവ്യൂവിൽ കാണാമല്ലോ നിങ്ങൾക്ക്. ഈ ക്ഷേത്രത്തിൽ എപ്പോഴാണ് ഉത്സവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല. കാരണം മിക്കപ്പോഴും ഉത്സവങ്ങളാണ്. നമ്മൾ 2ാമത്തെ വട്ടമാണ് വന്നത്. ഈ 2ാമത്തെ വട്ടവും എന്തൊക്കെയോ ഉത്സവങ്ങളായിരുന്നു. നമ്മൾ കോമൺ ഫെസ്റ്റിവൽ ടൈമിലൊന്നല്ല വന്നത്. പക്ഷെ എന്നാലും ഇവിടെ എന്തൊക്കെയോ ഉത്സവങ്ങളായിരുന്നു. സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. തൊഴാണ് ഈ ക്ഷേത്രത്തിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പം അങ്ങനെ നോക്കി വരാം. പിന്നെ ക്ഷേത്രത്തിൽ തുറക്കുന്ന സമയത്ത് രാവിലെ തന്നെ വരാൻ നോക്കുക. ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. ഒന്ന് തിരക്കിൻ്റെ കാര്യം. 2ാമത്തെ കാര്യം ഭയങ്കര ചൂടായിരിക്കും. അപ്പം അതിരാവിലെയും വൈകുന്നേര സമയങ്ങളിൽ വരാൻ നോക്കാം. ഇവിടെ വിശാലമായിട്ടുള്ള 2 മുറ്റങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പുറത്ത് കണ്ടു, ഇത് 2ാമത്തെ. ഈ 2 മുറ്റങ്ങളും കരിങ്കല്ലിലാണ് പാകിയിരിക്കുന്നത്. അപ്പോൾ ഈ 2ാമത്തെ മുറ്റത്തിന്റെ ഈ ഒരു ഭാഗത്താണ് വിളക്കുമാടവും കൊടിമരമൊക്കെ ഉള്ളത്. ഇവിടെ ഉപദേവത ക്ഷേത്രങ്ങളും നമുക്ക് കാണാം. ഈ വലതുവശത്ത് നമുക്ക് മഹിഷാസുരമർദ്ദിനി, ലക്ഷ്മി നരസിംഹ ക്ഷേത്രങ്ങളൊക്കെ കാണാം. ഇതാണ് കൊടിമരം. പിന്നെ ക്ഷേത്രത്തിന്റെ പുറത്തായിട്ട് ഒരു മണ്ഡപം നമ്മൾ കണ്ടു. അവിടെ ആ ഭാഗത്ത് തന്നെ ഒരു കിണറും ഉണ്ട് കേട്ടോ. കല്ലിൽ തീർത്ത അപൂർവങ്ങളായ നിരവധി ശില്പങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അതേ ബാക്കിൽ കാണുന്ന 165 അടി ഉയരമുള്ള ഗോപുരമാണ്. 11 നിലകളുള്ള ഒരു ഗോപുരമാണത്. അപ്പോൾ വിരൂപാക്ഷ ക്ഷേത്രം ഏത് കാലത്താണ് ഉണ്ടായിരുന്ന തെളിവില്ല. ഇതാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ശിവപ്രതിഷ്ഠയിലോട്ട് കാണാൻ പോകുന്ന ഒരു ക്യൂ ആണ് കേട്ടോ കണ്ടത്. അപ്പോൾ ക്ഷേത്രത്തിന്റെ നടുഭാഗത്തായിട്ട് ഒരു ചെറിയ കനാലുണ്ടെന്ന് പറയുന്നുണ്ട്. അതിലൂടെ തുംഗഭദ്ര, നമുക്ക് അതിന്റെ ബാക്ക് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിൽ ആ ഗോപുരം കാണുന്നില്ല, ആ ഭാഗത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് സൈഡ് എന്ന് പറഞ്ഞാൽ തുംഗഭദ്ര നദി ഒഴുകുന്നതാണ്. അഭയാർത്ഥികളായി എത്തുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. മറ്റൊരു മന്ദിരം നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. ഇത് 7ാം നൂറ്റാണ്ടിലാണ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അപ്പൊ ഈ ഒരു വിരൂപാക്ഷ ക്ഷേത്രം ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. തുംഗഭദ്ര നദിയുടെ തെക്കൻ തീരത്താണ് ഇത് വരുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഒരു 2 വലിയ ഗോപുരങ്ങളാണ് ഇവിടെ ഉള്ളത്.
തിരിക്കപ്പെട്ട എന്താ പറയുക, 2 ഗോപുരങ്ങളാൽ തിരിക്കപ്പെട്ട ഒരു ദീർഘ ചതുരാകൃതിയാണ് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുക. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രധാന ക്ഷേത്രം തന്നെയാണ് ഈ ഒരു വിരൂപാക്ഷ ക്ഷേത്രം. പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമാണ്. ഹംപിയിൽ ഇത്രയധികം നമ്മൾ വരുന്ന വഴിക്കൊക്കെ ഹംപിയിൽ മിക്ക സ്ഥലങ്ങളും പൊളിഞ്ഞു കിടക്കുന്ന അവശിഷ്ടങ്ങളായിട്ടാണ് ക്ഷേത്രങ്ങളുള്ളെങ്കിലും ഇപ്പോൾ അതേ രീതിയിൽ പരിപാലിക്കുന്ന പുണ്യ തീർത്ഥ കേന്ദ്ര നമ്മളെന്താ പറയുക, നമ്മൾ തീർത്ഥാടന കേന്ദ്രങ്ങൾ കാണാൻ പോലെ രാമേശ്വരം, അങ്ങനെ ഒരുപാട് സ്ഥലം. അതുപോലെ ഈ ഒരു കർണാടകയിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഈ ഹംപിയിലെ വിരൂപാക്ഷ ക്ഷേത്രം. നമ്മൾ ഏറ്റവും പുറത്ത് കണ്ടത് 52 അടി ഉയരമുള്ള ഒരു ഗോപുരമാണ്. നമ്മൾ വരുന്ന വഴിയിലൊക്കെ പൊളിഞ്ഞ ഭാഗങ്ങളുണ്ട്, പക്ഷെ എന്നിട്ടും ഈ ഒരു ക്ഷേത്രം മാത്രം ഇപ്പോഴും നിലകൊള്ളുന്നു. പിന്നെ തുംഗഭദ്ര നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രാദേശിക ദേവതയായ പമ്പാദേവിയുടെ പതിയായ വിരൂപാക്ഷനായിട്ടാണ്, പമ്പാപതിയായിട്ടാണ് ഇവിടുത്തെ ശിവൻ അറിയപ്പെടുന്നത്. പമ്പാപതി എന്നാണ് പണ്ട് ഹംപിനെ വിളിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിന് പുറത്ത് നമ്മളുള്ള ഭാഗത്ത് നമുക്ക് പോകുന്ന വഴിക്ക്, ആ പ്രധാന ഗോപുരത്തിലോട്ട് പോകുന്ന വഴിക്ക് ഇതുപോലെ കച്ചവട സ്ഥലങ്ങൾ കാണാം. ആ കച്ചവട സ്ഥലങ്ങളുടെ ഭാഗത്ത് തന്നെ ഒരു ഓപ്പോസിറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ട്, റെസ്റ്റോറൻറ്റുകളുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന്റെ ഈ സൈഡ് ഭാഗത്ത് ഈ പടിക്കെട്ടുകൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെമകുണ്ട ഹിൽസിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ താഴേന്ന് കാണുമ്പോൾ ഈ വലിയ കയറ്റം കയറാണ്ട്, പക്ഷെ അധികം കയറ്റൊന്നും കയറാനില്ല. കുറച്ചൊരു ഭാഗം കയറാനുള്ള ഒരു കുഞ്ഞു ക്ഷേത്രം, ഒരു പുഴ ഒഴുകുന്നൊക്കെ നല്ലൊരു വ്യൂ ആണ്. തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് വരണം. അധികം കയറ്റൊന്നുമില്ല. പുറമെന്ന് കാണുമ്പോഴുള്ള ഒരു ഇതൊന്നുമില്ല. കുറച്ച് ഒരു അടി കയറ്റം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മനോഹരമായ വ്യൂ ആണ്. എൻ്റെ ഫേവറേറ്റ് പോയിന്റ് ആണ്. തീർച്ചയായിട്ടും വിരൂപാക്ഷ ക്ഷേത്രത്തിലോട്ട് വരുമ്പോൾ ആ പടിക്കെട്ടുകൾ കയറി ഈ ഒരു സ്ഥലത്തോട്ട് എത്തേണ്ടതാണ്. പിന്നെ നമ്മൾ കണ്ട വിരൂപാക്ഷ ക്ഷേത്രത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ അത്ഭുതം, പുഴയോട് തിരിഞ്ഞിരിക്കുന്ന ഭാഗത്തെ ചുമരിന് ഒരു വലിയ തുളയുണ്ട്. ആ തുളയിലൂടെ അമ്പലത്തിന് മുന്നിലുള്ള ഗോപുരത്തിന്റെ ചിത്രം പുറകിലെ ചുമരിൽ തല തിരിഞ്ഞു കാണുന്നു. മറ്റു യാതൊരു വിദ്യകളും ഇല്ലാത്തതാണ് ഇത് സാധ്യമാകുക. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഒരു അത്ഭുത ചോദ്യചിഹ്നമായിട്ട് തുടരുന്ന ഒരു കാര്യമാണ്. രാമായണത്തിലെ കിഷ്കിന്ധ കാണ്ഡവുമായിട്ട് ഹംപിക്ക് ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാർവതി ദേവി പാമ്പാ ശിവനെ വിവാഹം കഴിക്കാൻ തപസ് ചെയ്ത സ്ഥലമായതുകൊണ്ട് പാമ്പാപുരം എന്നും പിന്നീട് ഈ സ്ഥലം ഹംപിയായിട്ട് മാറുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഈ ക്ഷേത്രത്തിലോട്ട് വരുമ്പോൾ പ്രധാന ഗോപുരം നമ്മൾ കണ്ടില്ല, കടകളൊക്കെ ആ ഭാഗത്ത് തന്നെ പുറത്ത് തന്നെ ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വെക്കുക. പിന്നെ കഴിവതും അതിരാവിലെയോ വൈകുന്നേരം വരിക. മഴക്കാലത്ത് ഒഴിച്ച് എല്ലാ സമയങ്ങളും നല്ല ചൂടുള്ള വേർത്തൊലിക്കുന്ന ഒരു കാലാവസ്ഥയായിരിക്കും. പിന്നെ ഹംപിയിൽ പ്രധാനമായിട്ട് 3 പോയിന്റാണുള്ളത്. ഒന്ന് ഈ വിരൂപാക്ഷ ടെമ്പിൾ, ഈ മുകളിലുള്ള ഹെമകുണ്ട ഹിൽസ്, പിന്നെ ഈ ടെമ്പിളിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ഹിൽ പോയിന്റും കൂടി ഉണ്ട്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. പിന്നെ രണ്ടാമത്തെ വിജയ വിറ്റാല ടെമ്പിൾ, 3 തുംഗഭദ്ര ഡാം. പിന്നെ ഹംപിയിലോട്ട് പറ്റുമെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് തന്നെ പോകാൻ നോക്കാം. അതും ബൈ റോഡ്, അടിപൊളി റൂട്ടാണ്. 5 മണിക്കൂറാണ് ബാംഗ്ലൂരിൽ നിന്നുള്ളത്. ഹംപിയിലെ മറ്റ് ക്ഷേത്രങ്ങളൊക്കെ ഇന്ന് ചരിത്രാവശിഷ്ടങ്ങളായിട്ട് ചിതറിക്കിടക്കുന്ന സ്ഥലങ്ങൾ മാത്രമായി. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട് ഹംപിയിൽ എന്താ കുറേ പൊട്ടിപ്പൊളിഞ്ഞ സ്മാരകങ്ങളല്ലേ എന്ന്. എന്നാൽ അത്തരം അവശിഷ്ടങ്ങൾക്കിടയിലും ആ ഒരു നിർമ്മിതിയുടെ ഭംഗി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ. എനിക്ക് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിൽ അവർ സഞ്ചരിക്കുന്ന നഗരത്തിൻ്റെ പാതകളായിട്ടാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമതും ഹംപിയിലോട്ട് വന്നത്. അപ്പോൾ ഇവിടെ കാണേണ്ട മറ്റ് പ്രശസ്തമായിട്ടുള്ള സ്ഥലങ്ങളുടെ വീഡിയോയും കൃത്യമായ ട്രാവൽ പ്ലാനിങ് ഓരോ സ്ഥലത്തുനിന്ന്, കേരളത്തിന് പുറത്തുനിന്നും കർണാടകയുടെ പുറത്തുനിന്നും ഒക്കെ വരുന്നവർക്ക് വരേണ്ട കൃത്യമായ പ്ലാനിങ്ങുകൾ ഞാൻ എൻ്റെ വീഡിയോൻ്റെ ഓരോ എപ്പിസോഡിലും പറയുന്നതാണ്. താമസം, ഭക്ഷണം, എങ്ങനെ കംപ്ലീറ്റ് യാത്ര പോകണം, അപ്പം എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ കാണാം. ഹംപിയിൽ പ്രധാനമായിട്ട് 3 പോയിന്റാണ് ഉള്ളതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം 3 പോയിന്റിൽ വരുന്നവർക്കും വലിയ ഡിസ്റ്റൻസ് ഒന്നുമില്ല. ഈ 3 പോയിന്റായിട്ട് 3 പോയിന്റിൽ വരുന്നവർക്കും ഈ വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അവിടെ താമസിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള എല്ലായിടത്തേക്കും പോകുന്ന ചില പോയിന്റുകളുണ്ട്, പാർക്കിംഗ് സൗകര്യമൊക്കെയുള്ള. ഞാൻ അത്തരം സ്ഥലത്താണ് താമസിച്ചത്, വിരൂപാക്ഷ ടെമ്പിളിൻ്റെ അവിടെയല്ല. അപ്പം അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. ഇവിടെ നിന്ന് 3 to 4 കിലോമീറ്റർ നീങ്ങിയാൽ തന്നെ നമുക്ക് അത്തരം എല്ലാ സ്ഥലങ്ങളിലോട്ടും എത്താൻ സാധിക്കും. അത്തരം ഒരു കോമൺ ആയിട്ടുള്ള പോയിന്റിൽ നിങ്ങൾക്ക് താമസിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ മൂല വിരൂപാക്ഷ ടെമ്പിൾ. ഇവിടെ ചെറിയൊരു ആരാധനയുണ്ട്, നല്ല മനോഹരമായ ക്ഷേത്രം. പോഴും തീർച്ചയായിട്ടും വിരൂപാക്ഷ ക്ഷേത്രത്തിൽ വരുമ്പോൾ ഈ ഒരു പോയിന്റിലോട്ട് വരണം. ഇത് ഹംപിയിലെ പ്രധാന പോയിന്റാണ്. നിങ്ങൾ ഒരുപാട് ഫോട്ടോസിൽ കാണുന്ന ഒരു ഡെസ്റ്റിനേഷനാണിത്. അപ്പോൾ അത്തരം കാര്യങ്ങളും പ്ലാനിങ്ങും എല്ലാ കാര്യങ്ങളും മറ്റു പ്രധാന സ്ഥലങ്ങളും ഹംപിയിൽ വരുമ്പോൾ എന്താ പറയുക, ചവറ് പോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. പക്ഷേ സെലക്റ്റീവായിട്ട് കാണാൻ, നിങ്ങളുടെ സമയം കളയാതിരിക്കുക, സെലക്റ്റീവായിട്ട് കാണാൻ, അപ്പോൾ നല്ല പ്ലാനിങ്ങോടുകൂടി കാണാം. അപ്പോൾ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ അടുത്ത
അടുത്ത പാർട്ട് എപ്പിസോഡിൽ വരുന്നതാണ്. പിന്നെ പറ്റുമെങ്കിൽ ഉത്സവ സമയങ്ങളിൽ ഒരിക്കലും വരരുത്. ഞാനൊരു നെഗറ്റീവ് കാര്യങ്ങൾ എൻ്റെ വീഡിയോയിൽ പറയാറില്ല, എന്നാലും ഇത് പറയാതിരിക്കാൻ വയ്യ. ഇതൊരു പുണ്യസ്ഥലമായിട്ട് അറിയപ്പെടുന്നതുകൊണ്ട് ഒരുപാട് തീർത്ഥാടകരും വലിയ ട്രാവലറൊക്കെ വിളിച്ച് വന്ന് നമ്മൾ കണ്ട അമ്പലത്തിനുള്ളിൽ തന്നെ പായ വിരിച്ച് കിടക്കാറുണ്ട്. അതിൻ്റെ വിഷ്വൽസ് കണ്ടറിയാം. ഭയങ്കര ഫുള്ള് തറയിലൊക്കെ ഫുള്ളാകെ ഇതായിട്ട് കിടക്കുന്നുണ്ട്. അതായത് ഭയങ്കര വൃത്തികേടാണ് ആ സമയങ്ങളിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗവും അതിൻ്റെ പരിസരമൊക്കെ. അപ്പോൾ ലോക ശ്രദ്ധ ആകർഷിച്ചിട്ട് ഒരു സ്ഥലമായിട്ട് കൂടി ഇതൊരു ഭയങ്കര പരിതാപകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ക്ഷേത്രം യുനെസ്കോയുടെ ആ ഒരു ലോക പൈതൃക പട്ടികയിൽ വരുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഫെസ്റ്റിവൽ ടൈമിൽ ഒഴിവാക്കുക. പിന്നെ ഇവിടെ ഉത്സവങ്ങളുണ്ടോയെന്ന്, ഇവിടെ ഒരു വർഷത്തിൽ തന്നെ ഒരുപാട് ഉത്സവങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ റീസെൻറ്റ് ഫോട്ടോസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും ഉത്സവം ഉണ്ടോയെന്ന്. കാരണം ഞങ്ങൾ വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ വരെ ഉത്സവമായിരുന്നു. അത് അപ്പോഴും തീർന്നിട്ടില്ല ആ ഉത്സവം. അപ്പോൾ നമ്മൾ കോമൺ ഫെസ്റ്റിവൽ ടൈമിലൊന്നല്ല പോയത്. നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നു. ഈ ക്ഷേത്രത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു വഴി വന്നു കഴിഞ്ഞാൽ നീറ്റ് ഹോം സ്റ്റേകൾ കാണാം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ കിട്ടും. ബഡ്ജറ്റ് സേവിങ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ഒരു ഏരിയയിൽ വന്ന് താമസിക്കുക. വെഹിക്കിൾസ് ഒരു 100-200 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ കണ്ട ആ ഒരു ഭാഗത്ത് വെക്കേണ്ടി വരും. കോമൺ ആയിട്ട് പാർക്ക് ചെയ്യേണ്ടി വരും. ലഗേജ് അവിടെ നിന്ന് തന്നെ കൊണ്ടുപോകാൻ ചിലപ്പോൾ സ്വന്തമായിട്ട് ശ്രമിക്കേണ്ടി വരും. അതാണ് ഒരു ഡ്രോബാക്ക് ഉള്ളൂ. പിന്നെ ഇവിടുത്തെ മിക്ക സ്ഥലങ്ങളിലും മെസ് ഉണ്ട് പബ്ലിക്കിനായിട്ടുള്ളത്. ഇവിടെ താമസിക്കാത്തവർക്കാണെങ്കിലും ഒരു ഹോം സ്റ്റേകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് കഴിക്കാവുന്നതാണ്.